ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര.
ദൈവത്തിന് സ്തോത്രം. വീണ്ടും ദൈവസനയിലേക്ക് നമുക്ക് ചേർന്നിരിക്കാം. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സദൃശവാക്യങ്ങൾ 23-ന്റെ 17-18 വാക്യങ്ങൾ. നീ എല്ലായ്പ്പോഴും യഹോവാഭക്തിയോടിരിക്കുക, ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. വളരെ മനോഹരമായൊരു വാക്യമാണ്. മനുഷ്യൻ്റെ അവസ്ഥ ഇപ്പോൾ എന്തായാലും, എത്ര കഠിനമാണെന്ന് നമുക്ക് തോന്നിയാലും, എത്ര രക്ഷയ്ക്കുള്ള വകയില്ലെന്ന് പറഞ്ഞാലും, എത്രമാത്രം പാപത്തിൻ്റെ കഠിനതയുണ്ടെങ്കിലും, എത്രമാത്രം ബന്ധനമുണ്ടെങ്കിലും, എത്ര ശാപകരമായ ഭവനത്തിൽ പാർക്കുന്നവനായാലും, കഴിഞ്ഞകാല ജീവിതത്തിൽ ഓർക്കാൻ പോലും മടി വരുന്ന പാപങ്ങൾ ജീവിതത്തിൽ വന്നു പോയാലും എല്ലാം മറന്ന്, എല്ലാം ക്ഷമിച്ച്, എല്ലാം കഴുകി, കഴിഞ്ഞ കാലങ്ങളങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്നുള്ള രീതിയിൽ മാനിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും ചേർത്തണയ്ക്കുകയും ചെയ്യുന്ന ഒരു നല്ല ദൈവത്തോടാണ് നമ്മുടെ നന്ദിയും കടപ്പാടും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടുകൂടി ഇരിക്കുക. ദൈവത്തെ നിനക്ക് വേണ്ട രീതിയിൽ ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ദൈവം സ്നേഹമാണ്, നീ വിശ്വസിക്കുക. കുറേ കാലം കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും. എനിക്ക് പണ്ടുണ്ടായിരുന്ന വലിയ കുഴപ്പമാണ്. ഈ പഴയ കാലത്ത് ഒരു ദൈവദാസനുണ്ടായിരുന്ന കാലത്ത് ഈ ഞങ്ങളൊക്കെ പാപത്തിന്മേൽ ജയമില്ല എന്ന് പറഞ്ഞ് വലഞ്ഞങ്ങ് ചെല്ലുമ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞു, ഇത് നിങ്ങളുടെ അധ്വാനം കൊണ്ടൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല, ഈ നിങ്ങൾക്ക് ജയം കിട്ടും. ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക. എനിക്കത് ഭയങ്കര ചിന്താകുഴപ്പമായിരുന്നു. ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റണേ? എൻ്റെ ആ പ്രായത്തിൽ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ അദൃശ്യനായ ദൈവം, കാണാത്തൊരു ദൈവം, അത് തന്നെയല്ല, എൻ്റെ അന്നത്തെ ചിന്താഗതി ദൈവം വളരെ ക്രൂരനാണ്, കഠിനനാണ്, കർശനക്കാരനാണ്, യൗവനക്കാരനാണെന്നുള്ളൊരു ചിന്തയുമില്ല. അവൻ്റെ വികാരവിചാരങ്ങൾക്ക് ഒന്നും യാതൊരു വിലയുമില്ല. എല്ലാവർക്കും, ബാലനും യൗവനക്കാരനും മധ്യവയസ്കനും വൃദ്ധനും എല്ലാം ഒരേ കാഴ്ചപ്പാട്. ഇതെങ്ങനെ ശരിയാവും? എൻ്റെ ബാലിശമായ ചിന്താഗതിയെ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു. എന്തൊരു കഠിനത ഇത്! എങ്ങനെ സാധിക്കുക? എങ്ങനെ സാധിക്കുന്ന കാര്യമാണ്? ഒരു വിട്ടുവീഴ്ചയില്ല. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. അന്ന് ദേവദാസൻ പറഞ്ഞൊരു കാര്യമാണ്, ദൈവത്തെ സ്നേഹിക്കുക. എങ്ങനെ സ്നേഹിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയാൻ പാടില്ല. എങ്ങനെയാണ് സ്നേഹിക്കണേ? എന്നെ സ്നേഹിച്ച സ്നേഹം എനിക്ക് തിരിച്ചറിയാൻ പറ്റിയാലേ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഈ ലോകത്തിൽ ഏറ്റവും സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരാൾ ഈ യേശുവാണെന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ അന്തരാത്മാവിൽ എനിക്ക് ബോധ്യം കിട്ടാതെ രക്ഷപ്പെട്ടു. ഇതെങ്ങനെ കിട്ടും? ഹൃദയം മുഴുവൻ പാപം നിറഞ്ഞിരിക്കുന്നു, ഹൃദയം മുഴുവൻ ലോകം നിറഞ്ഞിരിക്കുന്നു, ഹൃദയം മുഴുവൻ പരാതികൾ, ഹൃദയം മുഴുവൻ ആവലാതികൾ, ഹൃദയം മുഴുവൻ ഈ ലോകത്തിലെ കാര്യങ്ങളെ കൊണ്ട് നിറച്ചു വച്ചിരിക്കുന്നു. കണ്ണ് പാപം ചെയ്യുന്നു, കൈകൾ പാപം ചെയ്യുന്നു, കാല് പാപം ചെയ്യുന്നു, ചിന്തകൾ പാപം ചെയ്യുന്നു, വികാരങ്ങൾ പാപം ചെയ്യുന്നു, സ്വപ്നത്തിൽ പാപം, എവിടെയും പാപമുള്ള കാലം ഞാൻ ഓർക്കുന്നുണ്ട്. വലഞ്ഞു പോയ കാലം, തകർന്നു പോയ കാലം, നിരാശപ്പെട്ടു പോയ കാലങ്ങൾ, പിന്മാറാനായിട്ടാവുന്ന ശ്രമിച്ചൊരു കാലം എനിക്കറിയാം. പക്ഷേ ദൈവവചനം പറയുന്നു, നീ യഹോവ ഭക്തിയോടിരിക്കുക, നീ ഇളകല്ലേ, എല്ലാത്തിനും ഒരു കാലമുണ്ട്. പണ്ട് ഒരു കാലത്ത് ഇതൊന്നും സാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, അവന് അനേക പടികൾ നിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു സമയം നിനക്ക് ആത്മനിറവ് കിട്ടും, പക്ഷെ പടികൾ കടന്നു വേണ്ട പോകാൻ. ധൃതി വെക്കല്ലേ. മാങ്ങ വിളഞ്ഞ് പറിച്ച് തിന്നാം, അത് വിളയുന്നതിന് മുമ്പ് പറിച്ച് തല്ലി പഠിപ്പിച്ചും തിന്നാം, പക്ഷേ രുചി വിളഞ്ഞതിനാണ്. നീ ധൃതി പിടിക്കല്ലേ, നീ ശാന്തമായിട്ടിരിക്കുക, നീ ശാന്തമായ ദൈവസ്ഥനെ ഇരിക്കുക. നീ ആരാണെന്നൊന്ന് കണ്ടെത്ത്, ദൈവം ആരാണെന്ന് നീ ഒന്ന് തിരിച്ചറിയുക. ആ ദൈവം നിന്നെ സ്നേഹിച്ചത് എങ്ങനെയാണെന്ന് നീ ഒന്ന് തിരിച്ചറിയുക. അതാണ് നിനക്ക് കിട്ടേണ്ടത്. അത് കിട്ടാത്തതുകൊണ്ടാണ് നീ പ്രഹാരപ്പെടുന്നത്. നീ ഈ ലോകത്തിലെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നം മാത്രമേ നിനക്കുള്ളൂ. ഇതിന് പിന്നിൽ അധ്വാനിച്ചൊരു കരമുണ്ട്, ഇതിന് പിന്നിൽ കഷ്ടപ്പെട്ട് പാടുപെട്ട ഒരു കരമുണ്ട്, ഇതിന് പിന്നിൽ മരണവേദന അനുഭവിച്ച ഒരു സ്നേഹമുണ്ട്. നിൻ്റെ പാപ ചുമടുകളെല്ലാം ചുമന്നതിന് അവൻ അനുഭവിച്ച ആ മരണപോപ്രാളം നീ ഒന്ന് മനസ്സിലാക്കണം. ഇതൊന്നും നിനക്ക് മനസ്സിലായിട്ടില്ല. നീ വെറുതെ ലോകപരമായ ഓരോ കാര്യങ്ങൾ വചനം കേൾക്കുന്നുണ്ട്, ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പക്ഷേ ഇതിന് പിന്നിൽ അധ്വാനിച്ചൊരു സ്നേഹമുണ്ട്. കാൽവറി ക്രൂശിൽ നിലവിളിച്ചൊരു സ്നേഹമുണ്ട്. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് പറഞ്ഞ് നിലവിളിച്ച് പാപത്തിൻ്റെ എല്ലാം കൂടെ വന്ന് മൂടിക്കഴിഞ്ഞപ്പോൾ ദൈവസ്നേഹം മാറിപ്പോയുണ്ടായിരുന്ന ശ്വാസം മുട്ടൽ,
വേദന, ഹൃദയ തകർച്ച, ഗെത്സമനത്തോട്ടത്തിലെ രക്തം രോമകൂപങ്ങളിൽ കൂടെ വിയർപ്പ് തുള്ളി പോലെ പോയ ആ വലിയ ടെൻഷൻ, ഇതൊക്കെ ആരെങ്കിലും അറിയുന്നുണ്ടോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. എന്നെ പ്രതി എനിക്ക് വേണ്ടി കുരുളിറക്കപ്പെട്ട കുഞ്ഞാടിനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. ദൈവത്തെ അല്ലാതെ വേറെ ആരെയും സ്നേഹിക്കാൻ നമുക്ക് തോന്നുകയില്ല. ഈ ലോകം മായാണെന്ന് അപ്പോഴാണ് മനസ്സിലാകുന്നത്. എല്ലാം പിശാചിൻ്റെ ചതിയാണെന്ന് അപ്പോഴാണ് മനസ്സിലാകുന്നത്. ഈവൻ മനുഷ്യരിൽ കൂടെയും പിശാച് വ്യാപരിക്കും ഞാനപ്പോൾ മനസ്സിലായി. എന്തെല്ലാമാണെങ്കിലും യേശുക്രിസ്തുവിനുള്ള സ്നേഹത്താൽ പിടിക്കപ്പെടുന്നവർക്ക് മാത്രമേ ഈ ഇത് ആസ്വദിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അതാണ് സംഗതി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലായ്പ്പോഴും നീ യഹോഭക്തിയോടെ ഇരിക്കാൻ നിനക്കൊരു പ്രതിഫലം ഉണ്ടാകും, നിശ്ചയം നിൻ്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല. വളരെ സുന്ദരമായ കാര്യമാണ്. പാപത്തിൽ കഴിയുന്ന ഒരു മനുഷ്യനോട് ഇത് പറഞ്ഞ് അവന് മനസ്സിലാകില്ല. പക്ഷേ ദൈവാത്മാവ് പറയുന്ന ഒരു കാര്യമാണ്, മോനെ നീ ഭാരപ്പെടല്ലേ, ആകുലപ്പെടല്ലേ, ടെൻഷൻ എടുക്കല്ലേ, നിരാശപ്പെടല്ലേ, പിന്മാറിപ്പോകല്ലേ, ഇപ്പോഴത്തെ ഈ പ്രയാസം കണ്ടുകൊണ്ട് നീ നിരാശപ്പെട്ടു പോകല്ലേ. നിനക്കൊരു നല്ല ഭാവി വരും. നിന്നെ ദൈവം എടുത്ത് ഉപയോഗിക്കുന്ന ഒരു കാലം നിനക്ക് വരും. നീ ആത്മാവിൽ സ്തുതിക്കുന്നൊരു കാലം വരും. ആദ്യ സ്നേഹം മടക്കി തരുന്നൊരു കാലം നിനക്ക് വരും. നീ ആത്മാവിൽ പറക്കുന്നൊരു കാലം വരും. പാപത്തെ ചവിട്ടി മെതിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോകുന്ന ഒരു ജയജീവിതം നിനക്ക് തരും. നിൻ്റെ അടുത്ത് വരുന്നവർക്ക് ഈ ജയജീവിതം പകർന്നു കൊടുക്കാൻ നിനക്ക് സാധിക്കും. ഞാൻ നിന്നെ ആത്മാവിൽ നിറയ്ക്കാമെന്ന് പറഞ്ഞൊരു കാലം ഞാൻ ഓർക്കുന്നുണ്ട്. അന്നൊന്നും അതിന് വില കൊടുത്തില്ല. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ ഞാൻ ചിന്തിച്ച മനുഷ്യനാണ്. അല്പനായ മനുഷ്യന് ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ ഞാൻ അവിശ്വസിച്ച് പോയൊരു മനുഷ്യനാണ്. എനിക്കറിയാം, കാരണം അത്രമാത്രം പാപത്തിൻ്റെ പ്രേരണയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഈ ബന്ധനം ആരഴിക്കും, ആരെ കൊണ്ടഴിക്കാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചൊരു കാലമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ നിലയോ വിലയോ ഒന്നും ഞാനൊന്നും മനസ്സിലാക്കിയില്ല. എന്നാൽ വിട്ടുപോകാതെ ദൈവനെ ഇതുവരെയും കാത്തും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വേദനയോട് പറയട്ടെ, യഹോവയെ കണ്ടെത്താവുന്നൊരു കാലമുണ്ട്. അവനടുത്തിരിക്കുന്ന ഒരു സമയമുണ്ട്. യെശയ്യാപ്രവചനം 55-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, യഹോവയെ കണ്ടെത്താവുന്ന സമയമുണ്ട്, അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ തന്നെ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെട്ട് നമുക്ക് പാപബോധവും കുറ്റബോധവും തന്നിട്ട് നമ്മളെ തീരുമാനത്തിലേക്ക് നയിക്കുന്ന ഒരു നല്ല കാലമുണ്ട്. ആത്മാവ് പരിവർത്തിക്കുന്ന ഒരു കാലമുണ്ട്. ആത്മാവ് നമ്മളെ അടുത്തേക്ക് ഇറങ്ങി വരുന്നൊരു കാലമുണ്ട്. ആത്മാവ് നമുക്ക് പ്രേരണ തരുന്നൊരു കാലമുണ്ട്. പാപത്തെ വിടാൻ നമുക്ക് വലിയ ആവേശം തരുന്നൊരു കാലമുണ്ട്. ദൈവസ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കാൻ നമ്മളെ പ്രേരണ തരുന്ന കാലമുണ്ട്. ആ കാലത്ത് നീ ഒന്ന് വിധേയപ്പെട്ടാൽ മതി, വിനയപ്പെട്ടാൽ മതി. ദൈവം നിൻ്റെ കാര്യം നോക്കിക്കൊള്ളും. മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റും? ആത്മാവിന് മുമ്പിൽ വിനയപ്പെടുക. ഇതാ ഞാൻ നിൻ്റെ കൈപ്പണിയാണ്, നീ എന്നെ മെനഞ്ഞത് നിനക്ക് വേണ്ടിയാണ്, ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു പറഞ്ഞുകൊണ്ട് വിനയപ്പെടുക. എത്ര ബന്ധനമുണ്ടെങ്കിലും, എത്ര പാപമുണ്ടെങ്കിലും, എത്ര കഴിഞ്ഞകാല പാപങ്ങളുണ്ടെങ്കിലും, ആർക്കും നിന്നെ വിലയില്ലെങ്കിലും, നിനക്ക് തന്നെ നിന്നെക്കുറിച്ച് അല്പം പോലും അഭിമാനമില്ലെങ്കിലും നിന്നെ വിലമതിക്കുന്ന ഒരുവനുണ്ട്. കാരണം മനം തിരിയുന്നവർ വളരെ തുച്ഛം പേരാണ്. ദൈവവചനത്തിന് മുമ്പിൽ അടിയറ വെക്കുന്നവർ എത്രയോ ചുരുക്കം പേരാണ്. ഞാൻ എന്തോരം ആൾക്കാരെ കാണുന്നുണ്ട്. വചനം പറയുമ്പോൾ അവർ പറയും തിരക്കാണ്, പോട്ടെന്ന് പറയും. ദൈവവചനം ആർക്കും കേൾക്കണ്ട. ദൈവവചനം കേട്ടാൽ അത് ഗ്രഹിക്കുന്നില്ല. ദൈവവചനത്തിന് വില കൊടുക്കുന്നില്ല. ജീവിതം വിട്ടുകൊടുക്കുന്നില്ല. പാപത്തിൻ്റെ രസത്തോട് യാത്ര വരാനുള്ള മനസ്സ് വരുന്നില്ല. നിത്യനരകത്തിലേക്ക് അനേകർ കടുംതുക്കത്തോട് പോവുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും പ്രിയപ്പെട്ടവരെ? ആരെയും മാറ്റാൻ നമുക്ക് പറ്റുകയില്ല. ആരെയും ഉപദേശിച്ചാൽ അവർ സ്വീകരിക്കത്തില്ല. ആർക്കും ദൈവത്തിൻ്റെ വചനവും വേണ്ട. എല്ലാവർക്കും ഒരു സമാധാനം വേണം, ഒരു സന്തോഷം വേണം, ഒരാശ്വാസം വേണം. ഒരല്പസന്തോഷത്തിൽ എല്ലാവരും മയങ്ങിക്കഴിയാണ്. എന്നാൽ ദൈവം വച്ചിരിക്കുന്ന വലിയ ആ നിധി നേടിയെടുക്കാൻ എത്ര പേര് അധ്വാനിക്കുന്നുണ്ട്. ഇതൊരു കൃപയല്ലേ? അതേ പ്രിയപ്പെട്ടവരെ, കൃപയാണ്. എന്നാൽ ഈ കൃപ എല്ലാവർക്കും കിട്ടിയില്ലേ? കിട്ടുമെന്ന് തന്നെ ഞാൻ പറയും. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. എത്ര കുഴപ്പം പിടിച്ചവനാണേലും അവന് ഈ ദൈവകൃപ ആസ്വദിക്കാൻ പറ്റും. അവന് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. അവന് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റും. പാപത്തിൻ്റെ ബന്ധനവും ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റും. ഇവിടെ നമുക്ക് സ്വർഗം സ്ഥാപിക്കാം. നമ്മുടെ കൊച്ചു വീട്ടിൽ നമുക്ക് സ്വർഗം സ്ഥാപിക്കാം. ദൈവം താഴേക്ക് ഇറങ്ങി വരാൻ നീ അനുവദിക്കുമോ? നിൻ്റെ ഹൃദയത്തിലേക്ക് വരാൻ നീ അനുവാദം കൊടുക്കുമോ? പ്രിയപ്പെട്ടവരെ, അതാണ് നീ യഹോവ ഭക്തിയോട് ഇരിക്കുക. നിൻ്റെ പുറമെയുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട. നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് നീ അല്പം പോലും ചിന്തിക്കണ്ട. ഒരു കാര്യം നീ അറിയണം, നീ അറിയാതെ ജീവനുള്ള ദൈവം നിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. നീ വിഷമിക്കുമ്പോഴും ഭാരപ്പെടുമ്പോഴും ആകുലപ്പെടുമ്പോഴും ടെൻഷൻ എടുക്കുമ്പോഴും നിരാശപ്പെടുമ്പോഴും നിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരുവനുണ്ട്. എൻ്റെ മകനെ, നീ എന്തിനാണ്
നീ അസ്വസ്ഥനാകുന്നത്? എന്തിനാണ് നീ ഭാരപ്പെടുന്നത്? നിന്നെക്കുറിച്ചുള്ള എൻ്റെ വലിയ പ്രതീക്ഷ ഞാൻ നിൻ്റെ മുമ്പിലേക്ക് ഇപ്പം തന്നാലും നിനക്കത് മനസ്സിലാകില്ല, നിനക്കത് പിടികിട്ടുകയില്ല, നിനക്കത് ചിന്തിക്കാനുള്ള കഴിവ് നിനക്കില്ല. നീ ഒന്നും ചെയ്യണ്ട, നീ ശാന്തമായി എൻ്റെ കാൽ ചുവട്ടിയിരിക്കുക. ഒന്നും മനസ്സിലായില്ലേലും സാരമില്ല, ഒന്നും കിട്ടിയില്ലേലും സാരമില്ല, ജയം കിട്ടിയില്ലേലും സാരമില്ല. നീ എൻ്റെ കാൽപാദത്തിൽ വന്നാൽ ഞാനൊരു പരിഹാരം ഉണ്ടാക്കാം. നിന്നെ എനിക്ക് കൊള്ളാവുന്നതിനാക്കി ഞാൻ മാറ്റിക്കൊള്ളാം. അവൻ അടുത്തിരിങ്ങുമ്പോൾ തന്നെ അവനെ വിളിച്ചപേക്ഷിക്കുക, അല്ലെങ്കിൽ അവൻ മാറിക്കഴിഞ്ഞിട്ട് വിളിച്ചാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. എൻ്റെ ചെറുപ്പകാലത്തുണ്ടായിരുന്നൊരു ചിന്താഗതിയാണ്, ഈ ചെറുപ്പകാലത്തൊക്കെ എന്തിനാണ് മാനസാന്തരപ്പെടുന്നത്, കുറേ കൂടെ കഴിഞ്ഞിട്ട് പോരെ. അപ്പോഴാണ് ഈ വചനം എന്നെ കൊള്ളത്. ദൈവം അടുത്ത് വന്ന് പ്രേരണ തരുന്നൊരു കാലമുണ്ട്, ആത്മാവ് എൻ്റെ മേൽ വ്യാപരിക്കുന്ന ഒരു കാലമുണ്ട്, മാനസാന്തരപ്പെടാൻ ദൈവം തരുന്നൊരു കാലമുണ്ട്, പാപത്തോട് വെറുപ്പും തരുന്നൊരു കാലമുണ്ട്. ആത്മാവ് മാറിക്കഴിഞ്ഞാൽ എത്ര ശ്രമിച്ചാലും പിന്നെ അത് കിട്ടുകയില്ല. ദൈവം തൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവനെ അപമാനിച്ച് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവനടുത്ത് വരണമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല. യഹോവയെ കണ്ടെത്താവുന്നൊരു കാലമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കാലം ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു വിളിച്ചപേക്ഷിക്കേണ്ട കാലം, ഇപ്പോഴാണ് ശാന്തമായിട്ട് മുഴങ്കാലം അടക്കേണ്ട കാലം, ഇപ്പോഴാണ് ക്രൂശിൻ ചൂട് അന്വേഷിക്കേണ്ട കാലം, ഇപ്പോഴാണ് നിൻ്റെ എല്ലാ കുറവുകളുമായിട്ട് ക്രൂശിൻ ചൂട്ടിലേക്ക് ചെന്നിട്ട് എല്ലാം കുടഞ്ഞിട്ട് കൊടുക്കാൻ പറ്റിയ ഭാഗ്യം. അവൻ മാറിപ്പോവുകയില്ല, അവനെപ്പോഴും അവിടെ തന്നെ കാണും. നീ അങ്ങോട്ട് ചെന്നേ പറ്റുള്ളൂ. യെരമ്യാ പ്രവചനത്തിലെ 13-ാമത്തെ 21 വാക്യത്തിൽ വളരെ മനോഹരമായൊരു വാക്കുണ്ട്. കൂശിന് തൻ്റെ ദുഃഖം, പുള്ളിപ്പലിക്ക് തൻ്റെ പുള്ളിയെ മാറ്റാൻ കഴിയുമോ എന്ന് മനുഷ്യനോട് ചോദിക്കുകയാണ്. എന്നാൽ ഇത്രയും കാലം ദോഷം ശീലിച്ച നിങ്ങൾക്ക് നന്മ ചെയ്യുവാൻ കഴിയും. എത്ര പ്രത്യാശയുള്ളൊരു കാര്യമാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യന് അവൻ്റെ തൊലി അടക്കറപ്പ് മാറ്റാൻ പറ്റുമോ? പുള്ളിപ്പലിക്ക് എൻ്റെ പുള്ളിയെ മാറ്റാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല. എന്നാൽ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. നിൻ്റെ ജീവിതത്തിൻ്റെ പഴകിയ സ്വഭാവങ്ങളെല്ലാം മാറ്റി, ദുഷ്ടൻ്റെ ആധിപത്യം നിൻ്റെ ജീവിതത്തിൽ മാറ്റി, നിൻ്റെ ജീവിതത്തിൽ നരകയാതന മാറ്റി, നിൻ്റെ ജീവിതത്തിൽ ന്യായവിധി മാറ്റി എൻ്റെ പൈതലാക്കി തീർക്കാൻ എനിക്ക് കഴിയും. നിനക്ക് മനസ്സോന്നാ ചോദ്യം. പ്രിയപ്പെട്ടവരെ, അസാധ്യമായ കാര്യം ഒരിക്കലും ദൈവം പറയില്ല. അവൻ സർവശക്തനാണ്. അവൻ്റെ സർവശക്തി അവൻ കാണിക്കുന്നത് ഇതാ നരകത്തിലേക്ക് പോകുന്ന മനുഷ്യനെ വീണ്ടെടുത്ത് സ്വർഗരാജ്യത്തിലാക്കുക എന്ന് മാത്രമല്ല, ഈ ഭൂമിയിൽ അവൻ്റെ അതേ സ്വഭാവമുള്ളവനാക്കി നിർത്തുക എന്നുള്ളതാണ്. ഇത് വലിയൊരു ഉത്തരവാദിത്തമുള്ളൊരു കാര്യമാണ് ദൈവത്തെ സംബന്ധിച്ച്. നിനക്കനുവദനപ്പെടാൻ പറ്റുമോ? എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ചിന്താകുഴപ്പമായിരുന്നത്, ഇത് സാധിക്കുന്ന കാര്യമാണോ? വിശുദ്ധരായ ദൈവവേദങ്ങളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് സാധിക്കുമോ? എൻ്റെ ജീവിതകാലത്ത് സാധിക്കുമോ? കർത്താവേ, എനിക്ക് ആയുസ് നീട്ടിത്തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ പിന്നുള്ള രഹസ്യം അതാണ്. എനിക്കിതൊന്ന് അനുഭവിക്കണം. എനിക്ക് ഈ മാധുര്യമുള്ള ജീവിതം ഒന്ന് അനുഭവിക്കണം. എനിക്കെൻ്റെ ദൈവത്തെ ആത്മാവിൻ്റെ കണ്ണു തുറന്ന് കാണണം. അവൻ്റെ സാമീപ്യവും സാന്നിധ്യവും എനിക്കൊന്ന് അനുഭവിക്കണം. അവൻ്റെ ആത്മാവുകൊണ്ട് എനിക്ക് നിറയണം. എൻ്റെ ജീവിതത്തിൽ പാപം വരാൻ പാടില്ല. ഒരു കാരണവശാലും പാപം വരാൻ പാടില്ല. അത് ചിന്തയായിക്കോട്ടെ, വികാരമായിക്കോട്ടെ, ആഗ്രഹമായിക്കോട്ടെ, മോഹമായിക്കോട്ടെ, സ്വപ്നമായിക്കോട്ടെ, ഒരു കാരണവശാലും ഞാൻ യഹോവയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണ്. എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ജീവിതമാണ്. ആരെന്തു പറഞ്ഞാലും ശരി, എൻ്റെ ഹൃദയത്തിൻ്റെ സമർപ്പണം അതാണ്. കർത്താവെ, എനിക്കിതൊന്ന് അനുഭവിക്കണം. നിറവോടെ എനിക്ക് അനുഭവിക്കണം. സ്തുതി എൻ്റെ നാവിൽ തരണം. തിരുസാന്നിധ്യം എനിക്ക് തരണം. ഞാൻ എവിടെ പോയാലും നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. നീ പോകാൻ ആഗ്രഹിക്കാത്ത സ്ഥലത്തല്ലാതെ വേറെ ഉദ്രടത്തം പോകാൻ എനിക്ക് ഇടവരല്ലേ. നീ എൻ്റെ കൂടെ വേണം. നീ എൻ്റെ കരം പിടിച്ചുകൊണ്ട് നടക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ സാധിക്കുമോ? ഇതൊക്കെ സാധിക്കും പ്രിയരെ. സാധിക്കാത്ത കാര്യം ദൈവം ഒരിക്കലും പറയില്ല. ദൈവത്തിൻ്റെ വെല്ലുവിളിയാണ് ജനത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. ഇത് സാധ്യമല്ലെന്ന് പറയുന്ന ജനത്തിന് മുമ്പിൽ ദൈവം ഒരാളെ ഉയർത്തുകയാണ്. അവൻ്റെ കഴിവും മിടുക്കും സാമർഥ്യമൊന്നുമല്ല, പക്ഷെ അവൻ യഹോവ ഭക്തിയോട് നാളുകൾ കാത്തിരുന്ന ഒരു ചരിത്രം അതിന് പിന്നിലുണ്ട്. പാപത്തിന്മേൽ ജയമില്ലാത്തപ്പോഴും, ലോകം ആഞ്ഞടിക്കുമ്പോഴും, കോപം മുൻകൂട്ടി വരുമ്പോഴും അവൻ കാത്തിരുന്നൊരു കാലമുണ്ട്. ഇന്ന് ഞാൻ ഇങ്ങനെയൊക്കെ കഴിയുന്നവനാണ്. ഇന്ന് ഞാൻ താണനിലവാരത്തിൽ കഴിയുന്നവനാണ്. പിശാചെന്നെ ഇട്ട് വലയ്ക്കാണ്, ശരിയാണ്. എന്നാൽ ഒരു ദിവസം ഞാൻ സ്വാതന്ത്ര്യം പ്രാപിക്കും. ഒരു ദിവസം എനിക്ക് സ്തുതി നാവിൽ ലഭിക്കും. ഒരു ദിവസം എൻ്റെ കർത്താവിനെ ഞാൻ ആവോളം സ്തുതിക്കും. ഒരു ദിവസം കാൽപാദം ഞാൻ കെട്ടിപ്പിടിച്ച് കരയും. എൻ്റെ പാപമെല്ലാം ഞാൻ കഴുകിയെടുക്കും. ഒരു നല്ല കാലത്തേക്ക് നോക്കിക്കൊണ്ട് യഹോഭക്തിയോട് കാത്തിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യെരമ്യാ പ്രവചനം 18-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഒരു കുശവൻ താൻ മണ്ണുകൊണ്ട് മെനഞ്ഞ് ഒരു പാത്രം ഉണ്ടാക്കി. ഇന്നത്തെ പോലെ ഒരു പാത്രം ഉണ്ടാക്കി. ആ പാത്രം അവൻ്റെ കയ്യിൽ നിന്ന് തന്നെ ചീത്തയായിപ്പോയി. കയ്യിൽ നിന്ന് താഴെ പോയതാണോ എങ്ങനെയോ ആ ചീത്തയായിപ്പോയി. കുശവന് നിരാശയില്ല.
അവനല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. അവനറിയാം എന്ത് ചെയ്യണമെന്ന്. ഇത്രയും നേരം ആ മണ്ണിട്ട് കുഴച്ച് കഷ്ടപ്പെട്ട് പാടുപെട്ട് ആ കുശവനറിയാം ഒരു നല്ല പാത്രമാക്കി തീർക്കാനായിട്ട്. ചീത്തയായിപ്പോയോ സാരമില്ല, അവൻ നിരാശപ്പെടുകയില്ല, അവൻ പണി നിർത്തുകയില്ല. അവനെന്ത് ചെയ്യും? വീണ്ടും അത് ഉടച്ചിട്ട് വീണ്ടും നന്നായി കുഴച്ചിട്ട് അതിമനോഹരമായൊരു വേറൊരു പാത്രമുണ്ടാക്കാൻ ആ കുശവൻ അധ്വാനിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് പാളിച്ചയുണ്ട്. എൻ്റെ പാരമ്പര്യം നല്ലതല്ല, എൻ്റെ യൗവനകാലം നല്ലതല്ല, കഴിഞ്ഞ കാലങ്ങളൊന്നും നല്ലതല്ല, ആർക്കും എന്നെ മാനമില്ല. അതൊക്കെ ശരി തന്നെ, സ്തോത്രം. എന്നാൽ എന്നെ മാനിക്കുന്ന ഒരുവനുണ്ട് പ്രിയപ്പെട്ടവരെ, എന്നെ മാനിക്കുന്ന ഒരുവനുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട്. അവനെൻ്റെ കുറവൊന്നും നോക്കുന്നില്ല. ഞാൻ നിന്നെ മാറ്റിയെടുക്കും, ഞാൻ നിന്നെ മാറ്റിയെടുക്കും. എൻ്റെ ദൈവനോട് വാക്ക് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് എൻ്റെ ഒരു വലിയ പ്രത്യാശയാണ്. ഇത്രമാത്രം എന്നെ സ്നേഹിക്കാൻ ഞാൻ ആരാ? എനിക്ക് ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ അവൻ എന്നെ സ്നേഹിക്കുന്ന ഒരു സത്യമാണ്. അവൻ്റെ സ്നേഹമാണ് ഞാൻ ആസ്വദിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പാപം വേണ്ട, എനിക്ക് ലോകം വേണ്ട, എനിക്ക് ലക്ഷറി വേണ്ട, എനിക്ക് സന്തോഷം, ഈ ലോകം തരുന്ന സന്തോഷം എനിക്ക് വേണ്ട. ലോകമനുഷ്യൻ ജീവിക്കുന്നവരിലേക്ക് ജീവിക്കണ്ട. എൻ്റെ ദൈവം ദുഃഖിക്കുന്ന ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ വരില്ലെന്ന് എനിക്ക് നിർബന്ധമാണ്. എന്തേ കാര്യം? അവൻ്റെ സ്നേഹം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എന്നെ അങ്ങനെ ആരും സ്നേഹിച്ചിട്ടില്ല, എന്നെ ആരും കരുതിയിട്ടില്ല, എന്നെ ആരും മാനിച്ചിട്ടില്ല, എന്നെ ആരും ആദരിച്ചിട്ടില്ല. എന്നെ ആദരിക്കാൻ ഒരാൾ ഇറങ്ങി വന്നു, സ്വർഗം വിട്ടിറങ്ങി വന്നു. എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ കൂടെ ഇരുന്നൊരു ദൈവത്തെ എനിക്കറിയാം. എനിക്ക് രോഗം വന്നപ്പോൾ ഒരു മനുഷ്യർക്കും സഹായിക്കാൻ പറ്റിയില്ല, ഒരു മനുഷ്യരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല, ഒരു മനുഷ്യരും എൻ്റെ ബന്ധനം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ എൻ്റെ ഉടയവൻ 22-ാമത്തെ വയസ്സിൽ ജീവിതം അവൻ്റെ കൊടുത്തവൻ അവൻ ഇറങ്ങി വന്നു. എൻ്റെ മരണക്കിടക്ക മാറ്റി വിരിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. സ്തോത്രം. നീ ജീവിക്കേ, നീ ഭാരപ്പെടേണ്ട, ഇതൊക്കെ ഞാൻ നിനക്ക് തന്നതെന്നറിയാം. നിൻ്റെ ജീവിതം ഇത്രയേ ഉള്ളൂ. സെക്കൻഡ് നേരം കൊണ്ട് മനുഷ്യൻ മരണക്കടക്കിലേക്ക് പോകുന്നതാണ് ജീവിതം. പക്ഷെ ഞാൻ നിനക്ക് ആയുസ് നീട്ടി തന്നാൽ നീ ജീവിക്കും. നീ എനിക്ക് വേണ്ടി ജീവിതം വെറുതെച്ചാൽ എൻ്റെ കാര്യമാണ് നീ ജീവിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നീ എഴുന്നേക്ക്. മരണക്കിടക്ക മാറ്റി വരിച്ച നല്ല ദൈവത്തെ എനിക്കറിയാം. ആപത്തുകൾ, അനർത്ഥങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു. സംഭവബഹുലമായ ജീവിതമല്ലായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ. അവൻ നിശബ്ദനായി, ആരും അറിയാത്തവനായി, ആരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടാത്തവനായി എന്നെ സഹായിച്ചതും കരുതിയതും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. എല്ലാം ആത്മാവിൻ്റെ കാര്യത്തിലായിരുന്നു മുൻതൂക്കം കൊടുത്തിരുന്നത്. വേറെ ഒന്നിനും പ്രാധാന്യം ഞാൻ കൊടുത്തിരുന്നില്ല. ലോകത്തിന് എന്തെല്ലാം ഉയർച്ചകൾ ലഭിക്കാമായിരുന്നു, വേണ്ടാന്ന് വെച്ചു. വേണ്ട, എനിക്കതൊന്നും വേണ്ട. എൻ്റെ ദൈവം എനിക്ക് നഷ്ടമായി പോകുന്നുള്ള ഒറ്റ പേടിയായിരുന്നു എൻ്റെ ഉള്ളിൽ. വെളി രാജ്യത്തേക്കൊക്കെ പോകാൻ എത്രയോ അവസരം കിട്ടിയതാണ്, ഞാൻ പോയില്ല എന്ന് പറഞ്ഞു. വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ ആത്മാവ് നഷ്ടപ്പെടുമെന്നൊരു പേടി. നഷ്ടപ്പെടില്ലായിരിക്കാം, എനിക്കന്ന് അതിനുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ആത്മാവ് നഷ്ടപ്പെടാൻ ഇട വരരുത്, എൻ്റെ ദൈവം ദുഃഖിക്കാൻ ഇട വരരുത്, ഒരു പാപം അറിഞ്ഞുകൊണ്ട് വരാൻ ഇട വരരുത്. ചീത്തയായിപ്പോയ പാത്രം നല്ലതാക്കി തീർക്കുന്ന ഒരു ദൈവസ്നേഹം മാനസാന്തരപ്പെട്ട കാലത്തൊക്കെയും ഞങ്ങൾ കാണാൻ പഠിച്ചൊരു കാര്യമാണ്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവനെങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. ചായുന്നൊരു ദൈവമുണ്ട്, ആഴക്കുഴിയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമുണ്ട്, നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ആഴമുള്ള കുഴിയിൽ കിടന്ന്, പാപത്തിൻ്റെ കുഴിയിൽ കിടന്ന് നിലവിളിക്കുമ്പോൾ, നിരാശപ്പെട്ട് കഴിയുമ്പോൾ, പാപത്തിന്മേ ജയമില്ലാതെ കഴിയുമ്പോൾ, ശത്രുവിൻ്റെ ചാട്ടവാറടിയേറ്റ് വേദനിക്കുമ്പോൾ, സമാധാനമില്ലാതെ ജീവിക്കുമ്പോൾ, എൻ്റെ ദൈവമേനൊരു പരിഹാരമില്ലേ എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ, അവൻ താഴേക്ക് ചാഞ്ഞിറങ്ങി വന്ന് നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇറങ്ങി വന്നിട്ടല്ല, അവൻ്റെ പരിശുദ്ധമായ കരം നീട്ടി പൊക്കിയെടുത്തിട്ട് ഉറപ്പുള്ള പാറമേൽ നിർത്തിക്കൊണ്ട് ഗമനം സ്ഥിരമാക്കി നാവിൽ സ്തുതി തന്ന് എൻ്റെ ദൈവത്തിന് സ്തോത്രം എന്ന് പറയുന്ന ഒരവസ്ഥ തരുന്ന ഒരു നല്ല ദൈവമുണ്ട്. അതാണ് പ്രത്യാശയോടെ ഇരിക്കാൻ പറഞ്ഞതിൻ്റെ കാരണം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ആഴക്കുഴിയായിരിക്കാം, ഇന്ന് പാവക്കുഴിയായിരിക്കാം, ഇന്ന് നിരാശയായിരിക്കാം, ഇന്ന് ഭാരങ്ങളായിരിക്കാം, ഇന്ന് ആകുലങ്ങളായിരിക്കാം. പക്ഷെ അതിൽ തന്നെ കിടക്കാനല്ല ദൈവം പറയുന്നത്. അവിടെ കിടന്ന് നിലവിളിക്കണം. എന്നെ ഇതിൽ നിന്ന് പൊക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട്, താഴേക്ക് ഇറങ്ങി വരുന്ന ഒരുവനുണ്ട്. എൻ്റെ പാപത്തിൻ്റെ നിലവിളി കേട്ട് ഞാൻ പാപം ഉപേക്ഷിക്കുകയാണല്ലോ കർത്താവേ, എനിക്കിതിൽ കിടക്കണ്ട. പാപത്തെ അറപ്പോടെ വെറുപ്പോടെ കാണുകയാണ്. ആഴക്കുഴി കിടക്കുമ്പോൾ പാപത്തോട് പിന്നെ സ്നേഹമില്ല, പാപത്തെ അറപ്പോടും വെറുപ്പോടും കാണുകയാണ്. ദുഷ്ടനെന്നെ ചതിച്ച് ഈ കുഴിയിലാക്കിയിരിക്കുകയാണ്. എനിക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. കർത്താവേ, നീ ഒന്ന് ഇറങ്ങി വരണം, വന്നേ പറ്റുള്ളൂ. എനിക്ക് ഈ വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല, നീ വന്നേ പറ്റുള്ളൂ എന്ന് നിലവിളിക്കുമ്പോൾ ഇറങ്ങി വരുന്ന ദൈവം. അങ്ങനെ അനുഭവിച്ചിട്ടുള്ളവർ പിന്നെ ഈ ദൈവത്തെ വിട്ടു പോവുമോ? ആരും സഹായിക്കാനില്ലാത്തപ്പോൾ സഹായിച്ചൊരു ദൈവം, ആ ദൈവത്തെ വിട്ടു പോകാൻ ആർക്കെങ്കിലും തോന്നുമോ? പിന്മാറ്റമില്ല. പ്രിയ സഹോദരങ്ങളെ മനസ്സിലാക്കണം. ഈ നല്ല ക്രിസ്തുവിനെ കണ്ടെത്തിയവർക്ക് പിന്മാറാൻ സാധ്യമല്ല, അവർക്ക് പിന്മാറ്റമില്ല.
എന്തെങ്കിലും കാരണവശാൽ അറിയാതെ ആണെങ്കിലും ഒരു ചെറിയ പാപം പോലും വന്നാൽ പോലും പെട്ടെന്ന് മനസ്സിലാക്കി എത്രയും വേഗം ചാടി എഴുന്നേറ്റുകൊണ്ട് ദൈവമേ എന്നോട് ക്ഷമിക്കണം, ഇന്നും അതിൻ്റെ വേര് മാറിയിട്ടില്ലല്ലോ കർത്താവേ, ഇന്നും ഒരു സാഹചര്യം വന്നപ്പോൾ അത് വന്നല്ലോ കർത്താവേ. നിലവിളിയാണ്, മരണത്തോളമുള്ള നിലവിളി. ഞാൻ അറിയുന്നുണ്ട്, എൻ്റെ യൗവനകാലത്ത് ഞാൻ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ വേരുകളെല്ലാം എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടെന്ന് എനിക്കറിയാം. അത് പ്രകടമായിട്ടൊന്നും വരുന്നില്ല, ശരി, എന്നാൽ അതെല്ലാം അവിടെ ഉണ്ട്, അവിടെ ഉണ്ട് കർത്താവേ. നിരന്തരം തീക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ ആഴത്തിലുള്ള ഞാൻ പോലും അറിയാത്തതായ എൻ്റെ ദൈവമേ, ഈ പാപത്തിൻ്റെ വേരുകളെല്ലാം കത്തിച്ചാമ്പലാക്കിയേ പറ്റുള്ളൂ. മരിക്കുന്നവരെയും ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കും. എനിക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല, നിഗളിക്കാൻ ഒന്നുമില്ല. ഈ സമാധാനവും സന്തോഷവും തന്ന നല്ല ദൈവമേ, ഇത്രത്തോളം ജീവിക്കാൻ കൃപ തന്നവനെ, അനേക ബന്ധനങ്ങൾ അഴിച്ചു തന്നവനെ, നീ എനിക്ക് ചെയ്തു തരുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. എന്തെല്ലാം ആണേലും ആഴമുള്ള കുഴി കിടന്ന് നിലവിളിച്ചാൽ പ്രാർത്ഥന കേൾക്കും. ലൂക്കോസ് 18 നമുക്കൊരു സന്ദർഭം അറിയാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ കർത്താവ് പറയുന്നുണ്ട്. ഇന്നത്തെ അവസ്ഥ എന്തായാലും ശരി, നീ മടുത്തു പോകല്ലേ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്നവരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാകിയാൽ അവരെ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? അതേ, വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. നിൻ്റെ പ്രശ്നം എന്താണ്? ഒരാൾ മാത്രം നിൻ്റെ പ്രശ്നം കേൾക്കാൻ തയ്യാറായിട്ട് നിൽപ്പുണ്ട്. നിനക്ക് എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും അതെല്ലാം സന്തോഷത്തോടെ കേട്ടുകൊണ്ട്, മകനെ സാരമില്ല, നീ അല്പം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക, നിനക്കതിന് കാരണമുണ്ട്. നീ യൗവനകാലത്ത് നീ കൃപയെല്ലാം കൂടെ തന്നാൽ നീ നിഗളിച്ചു പോയി, നീ എന്നേക്കുവാൻ അഗാധ കോപത്തിലേക്ക് പോകും. അതുകൊണ്ട് നീ ശാന്തമായിട്ടിരിക്കെ, നിനക്കൊരു പക്വത വരട്ടെ, നിനക്ക് കാര്യത്തിൻ്റെ ബോധ്യങ്ങളൊന്ന് വരട്ടെ, നീ എന്നെ സ്നേഹിക്കാനൊന്ന് പഠിക്ക്, നീ എൻ്റെ വ്യക്തമായിട്ട് നിൽക്കുക. എനിക്കും ഒരു ഉറപ്പ് വേണ്ടേ നീ നിൽക്കുമെന്നുള്ളത്. നിനക്ക് ലഭിച്ചതെല്ലാം നീ തൂവിക്കളയാനായിട്ട് വരുമല്ലോ. നിൻ്റെ തുരുത്തി പൊളിഞ്ഞു പോകുന്നൊരു കാര്യം ഞാൻ ചെയ്യുമോ? അതുകൊണ്ട് ഞാനിപ്പോൾ തരുന്നില്ല, നീ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യേ, നീ എനിക്ക് വേണ്ടി ഒന്ന് കാത്തിരിക്കേ. ഇനിയും ചില ബന്ധനങ്ങൾ നിനക്കറിയാൻ വയ്യാത്ത ബന്ധനങ്ങളുണ്ട്. നീ കാത്തിരിക്കുമ്പോൾ ഞാൻ നിനക്ക് കാണിച്ചു തരും. ആ കാത്തിരിക്കുമ്പോൾ ആ ബന്ധനം കൂടെ നീ അഴിക്കണം. ഒന്ന് വെയിറ്റ് ചെയ്യേ, ഒന്ന് താമസിക്കേ, ഞാൻ നിന്നെ സഹായിക്കാം. കാത്തിരിക്കുമ്പോൾ ഒരു ഗുണം എന്നാണെന്നറിയാമോ? മറഞ്ഞുപോയ കാര്യങ്ങൾ, മനസ്സിലാകാത്ത കാര്യങ്ങൾ, ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ, വിട്ടുപിരിയേണ്ട കാര്യങ്ങൾ ഇനിയും ഉണ്ടല്ലോ കർത്താവേ എന്ന് മനസ്സിലാക്കും. എല്ലാം കൊണ്ട് ക്രൂശ് ചൂട്ടിലേക്ക് വെക്കുകയാണ്. എപ്പോഴും ആ വാതിൽ തുറന്ന് കിടക്കുകയാണ്. ആർക്ക് വേണേലും എപ്പോൾ വേണേലും ചെല്ലാം. അതുകൊണ്ടാണ് എപ്പോഴും പ്രാർത്ഥിപ്പീൻ, ഇടപെടാതെ സ്തുതിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. എപ്പോഴും പ്രാർത്ഥിക്കാൻ ആ വാതിൽ തുറന്ന് കിടക്കുകയാണ്. എപ്പോഴും പാപബന്ധനം കൊണ്ട് ഇറക്കി വെക്കാൻ തുറന്ന് കിടക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ കാഴ്ചയോട് ആർക്ക് വേണേലും സന്ദർശിക്കാം. പക്ഷെ അവിടെ ചെല്ലുന്നവർ വളരെ ചുരുക്കം പേരാണെന്ന് മാത്രം. എന്നാൽ ചെല്ലുന്നവരെ കർത്താവ് മാനിക്കുകയും ചെയ്യും. ആ ചുരുക്കം പേര് മാത്രം പോകുന്ന ആ കാൽപാദമാണെങ്കിൽ ആ ചെല്ലുന്നവർക്ക് സകല കൃപയും കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാൻ പാടില്ലേ, ഈ മക്കളില്ലാത്തവർ, ധനവാന്മാരായ മക്കളില്ലാത്തവർ, അവർ മരണക്കിടക്കടയ്ക്കുമ്പോൾ അവരുടെ ഏറ്റവും വലിയ ടെൻഷൻ ഈ സ്വത്തൊക്കെ ആർക്ക് കൊടുക്കും? അതിന് ആരെങ്കിലും പിള്ളേരെ എടുത്തിട്ട് ഈ സ്വത്തെല്ലാം അവരുടെ തലയിലോട്ട് ഇച്ചു കൊടുക്കും. ഞാൻ ചിന്തിക്കാറുണ്ട്, ദൈവത്തിന് മക്കളില്ല. കൂട്ടായ്മകൾ കാണും, ജനക്കൂട്ടങ്ങൾ കാണും, എല്ലാം കാണും. പക്ഷേ മക്കളെന്ന് പറയാനായിട്ട് ആരുമില്ല. മക്കളെന്ന് പറയാൻ തുലവും ചോദിച്ചാൽ പേര് മാത്രമേ കാണുകയുള്ളൂ. ആരവൻ്റെ സന്നിധിയിലേക്ക് ചെല്ലും, നിരന്തര കാൽപാദങ്ങളിൽ ചെല്ലും, അവർക്കെല്ലാ കൃപയും കൊടുക്കും. അത് ആ കുലുക്കി കവിയുന്ന വലിയൊരളവിനാൽ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. ചെല്ലുന്നവർക്കെല്ലാം കിട്ടും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എസെക്കിയേൽ 18 അധ്യായത്തിൻ്റെ 33 വാക്കിലുണ്ട്, നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളവീൻ, നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരാത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുവീൻ. പുതിയ ഹൃദയം മാറ്റമൊന്നുമില്ല കേട്ടോ, പുതിയ ആത്മാവ് മാറ്റമൊന്നുമില്ല. പഴയതിലേക്ക് ഒരിക്കലും ഇത് പകരുകയില്ല. ഈ അതിപരിശുദ്ധമായ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വരണമെങ്കിൽ നാം പുതുക്കിയേ പറ്റുകയുള്ളൂ. നമുക്കെങ്ങനെ പുതുക്കാൻ പറ്റും? നമ്മുടെ പാവങ്ങളും കുറവുകളും ശത്രുവകാശം പറയുന്ന ഓരോ കാര്യങ്ങൾ എണ്ണി എണ്ണി കാൽപാദങ്ങളിൽ കൊണ്ടുവെക്കാതെ എനിക്ക് ചെയ്യാൻ പറ്റും. അത് ദൈവം വളരെ കൃപ തന്നിട്ടുണ്ട്. പാപബോധം ആ ദൈവം തന്നിട്ടുണ്ട്. അത് ചെയ്താൽ നിൻ്റെ തുരുത്തി അവൻ പുതുക്കി തരും. ഉടയവൻ ഇറങ്ങി വരാനുള്ളതാണ്, സൃഷ്ടാവ് ഇറങ്ങി വരാനുള്ളതാണ്, വീണ്ടെടുപ്പുകാരൻ ഇറങ്ങി വരാനുള്ളതാണ്, അവൻ്റെ ആധിപത്യം സ്ഥാപിക്കാനുള്ളതാണ്, അവൻ്റെ സാമ്രാജ്യം സ്ഥാപിക്കാനുള്ളതാണ്, സ്വർഗരാജ്യം സ്ഥാപിക്കാനുള്ളതാണ്. അവൻ മനുഷ്യരോട് കൂടെ പാർക്കുമെന്നാണ് പറഞ്ഞത്. അവൻ അവരുടെ ദൈവമായിട്ട് വസിക്കും, അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കും, അവനെ ആ സമാധാനം കൊണ്ട് നിറയ്ക്കും.
നീ എപ്പോഴും യഹോവ ഭക്തിയോടിരിക്കുക, ഒരു പ്രതിഫലം ഉണ്ടാവും നിശ്ചയം. ആ പ്രതിഫലത്തിന് വേണ്ടി നീ കാത്തിരിക്കുക. ഒരിക്കലും ചതിക്കാത്ത ദൈവം, ഒരിക്കലും നിന്നെ വിഷമിപ്പിക്കാത്ത ദൈവം, സകല അനുഗ്രഹങ്ങളും നിൻ്റെ തലമയിലേക്ക് ഇട്ടുകൊണ്ട് മതിയാവോളം സ്തുതിക്കാൻ നാവിന് ശക്തി തരുന്നൊരു നല്ല ദൈവമുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഈ സത്യം ഒന്ന് മനസ്സിലാക്കണം. ആദ്യകാലം കുറേ കഷ്ടപ്പാടുകളുണ്ട്. എൻ്റെ ദൈവത്തിന് എനിക്കറിയാം, ദൈവത്തിനത് മനസ്സിലാക്കും. പക്ഷേ നീ ദൈവത്തെ നന്നായും തിരിച്ചറിയണം, സ്നേഹമാണെന്ന് അറിയണം. ഒരു കാരണവശാലും എന്തെല്ലാം പ്രതികൂലം വന്നാലും ദൈവത്തെ ഒരിക്കലും ചോദ്യം ചെയ്യരുത്, ദൈവ സ്നേഹത്തെ ഒരിക്കലും തുടരുത്. അത് സ്നേഹമാണ്. ശത്രുവാണ് ആലോചന തരുന്നത്, അവൻ്റെ ആലോചനയ്ക്ക് ചെവി കൊടുക്കരുത്. നീ യഹോവഭക്തിയോടിരിക്കുക, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇങ്ങോട്ട് കാത്തിരിക്കാൻ പറ്റുമോ? എല്ലാം വിട്ടു വിരിയുന്നൊരു കാത്തിരിപ്പുണ്ട് പ്രിയരെ. ദൈവാത്മാവ് നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നൊരു അവസരമുണ്ട്, നിങ്ങളെ കോരിയെടുക്കുന്ന ഒരു സന്ദർഭമുണ്ട്, നിങ്ങളെ ആദരിക്കുന്ന ഒരു സമയമുണ്ട്, ആത്മാവുണ്ട് അഭിഷേകം ചെയ്യുന്ന ഒരു നല്ല കാലമുണ്ട്, സമാധാനത്തോടെ ജീവിതമുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നാം മാത്രം മഹത്വപ്പെടാനിടയാകട്ടെ.